ശ്രീ ജോസഫ് വിജയനും ഞാൻ சட்டப்படி அமைக்கப்பெற்ற அமரேந்திர பாகுபலியாகிய நான் എൻ്റെ പൊന്നോ, എനിക്ക് ഈ ഒരു സീനാ ഓർമ്മ വന്നത്. ഇന്നലെ മുതൽ ഞാൻ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു. ഇന്നൊരു 3:15 ഞാൻ അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ 3:15 10 മണിയായപ്പോഴായിരുന്നു സംഭവം. ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. എണ്ണിച്ച് ചാടി നോക്കുമ്പോൾ അണ്ണ മുഖ്യമന്ത്രി. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വെളുപ്പിനെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പഴയ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഇന്ന് നടന്ന ആ സ്റ്റേജ് ഉണ്ട്, അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് ചെന്നൈയിലാണ്. 2013 ഈ പറയുന്ന തലേവ പടം ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വിജയ്ക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ പടം ഇറങ്ങുന്നതിന്. ആ സമയത്താണ് നമ്മുടെ 100 ഇയർ സിനിമ, ഇന്ത്യൻ സിനിമ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് നടക്കുന്ന അതിൽ വിജയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിജയ് വിളിച്ച് വിജയ് വിചാരിച്ചത് വിജയ്ക്ക് ഫ്രണ്ട് സീറ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. വിജയ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിജയ് അവിടെ നിന്ന് മാറ്റി പുറകെ കൊണ്ടിരുത്തി. അന്ന് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നടനെ പുറകെ കൊണ്ടിരുത്തിയപ്പോൾ കൂടെ സപ്പോർട്ടായിട്ട് നിന്നത് വിക്രം മാത്രമേ ഉള്ളായിരുന്നു. വിക്രം മാത്രം. ഞാൻ അതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ പറയുന്ന സൂര്യ, ചിമ്പു, ധനുഷ് ഇവർക്കെല്ലാം ഫ്രണ്ടിൽ പ്രത്യേകം പേര് സഹിതം എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അണ്ണനെ പിടിച്ച് ബാക്കിലങ്ങ് എത്തി. 13 വർഷത്തിന് ശേഷം അതേ സ്റ്റേജിലാണ് ഇന്നും CM ആയി. എന്താ പറയുക, പുള്ളിയുടെ കഥ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറികളുണ്ട്. ഒരുപാട് ആ സർക്കാർ മൂവി ആയിരുന്നു. കറക്റ്റ് അതുപോലായിരുന്നു 2026 അവിടുത്തെ ഇലക്ഷനിൽ നടന്നത്. നിങ്ങളൊക്കെ അയാളെ രക്ഷക ഞാനും പറഞ്ഞിട്ടുണ്ട് രക്ഷകനാണെന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ പുള്ളി തന്നെ 2007 മുതൽ ഇത് ക്രിയേറ്റ് ചെയ്യിക്കുമായിരുന്നു. രക്ഷകനെങ്കിൽ രക്ഷകൻ അങ്ങനെ വന്ന് അവസാനം തമിഴ്നാടിനെ രക്ഷിക്കുന്നവരെ 2018 കാണിച്ചു. ഇപ്പം കണ്ടില്ലേ, അതുപോലെ തന്നെ ജനങ്ങളുടെ തലയിൽ എന്ത് കയറ്റണം അതുപോലെ കയറ്റിയിട്ട് അതായത് അന്ന് മുതലേ ഹാർഡ് വർക്ക് ചെയ്ത് അത്. പക്ഷെ ഒരു മനുഷ്യനത് മനസ്സിലായില്ലെന്നേ ഉള്ളായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ 14 മാസം മുമ്പ് ഒരു പാർട്ടി രൂപീകരിച്ച് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെയല്ലേ രോമാഞ്ചം. ഇനി അദ്ദേഹം സീറ്റിലോട്ട് ഇരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം. കമന്റ് ബോക്സിൽ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പിടിപ്പിക്കണേ. നിങ്ങളുടെ അഭിപ്രായം നല്ല രീതിയിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. പരമാവധി അങ്ങ് ഷെയർ ചെയ്തു. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. പിന്നെ തൃശ്ശയുടെയും വിജയുടെയും കൂടെ മാറി സ്ക്രീനിൽ കാണിച്ചത് തമിഴ്നാട്ടിൽ ഒരു കോമഡി. ഞാൻ അതൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. പ്രവർത്തന കേന്ദ്രമാണ് തമിഴ്നാട് സെക്രട്ടേറിയറ്റ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ അവിടെ തന്നെയാണ് ഭരണ സ്ഥിരാകേന്ദ്രമായി അറിയപ്പെടുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക് ചരിത്രം എഴുതിക്കൊണ്ട് ജോസഫ് വിജയ് മുഖ്യമന്ത്രി കസേരയിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോസഫ് വിജയ്. തമിഴ്നാട്ടിൽ പുതിയ ചരിത്രം. മുഖ്യമന്ത്രി കസേരയിൽ ജോസഫ് വിജയ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി. ചെന്നൈയിലെ ഫോർട്ട് സെന്റ് ജോർജിൽ തമിഴ്നാട് ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ നിങ്ങളൊക്കെ വിചാരിക്കും ഇവനെന്ത് എത്ര പ്രാന്ത്. ഞാൻ പണ്ട് മുതലേ വിജയുടെ പടങ്ങളൊക്കെ കണ്ട്, ഞങ്ങളുടെ അമ്മൂമ്മയാണ് കട്ട വിജയ് ഫാൻ. വിജയുടെ ആദ്യത്തെ പടം കാണിച്ചായിരുന്നു അമ്മൂമ്മയാണ്. ഇല്ലേ സിമ്രാനായിട്ടൊരു പടം ഉണ്ടല്ലോ, ഭയങ്കര ബിസിനസ്മാനൊക്കെ ആയിട്ടുള്ള ആ ഒരു പടം ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. അന്ന് മുതലേ പുള്ളിയുടെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ പടം ഇഷ്ടമാണെങ്കിലും ഇച്ചിരി കൂടെ സ്നേഹം സൂര്യയോടായിരുന്നു ആ സമയത്ത്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ ഫാൻ ബേസ് അറിയില്ല. പണ്ട് സൂര്യ സൂര്യ എന്നൊക്കെ പറഞ്ഞില്ല, ഈ പറഞ്ഞ വിജയ കളിയാക്കാൻ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാനൊരു ദിവസം കയറി കൂട്ടുകാരുടെ അടുത്ത് കയറി വഴക്കിട്ട് ആകെ പട സ്കൂളിൽ ഇടി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ 29 വയസ്സോളമായി. 29 വയസ്സുണ്ട്. പക്ഷേ എന്താ പറയുക, കുഞ്ഞിലെ മുതൽ നമ്മൾ ആ ഫാൻ ബേസ് പിടിക്കുമ്പോൾ വിജയ് തന്നെയാണ്. ഇപ്പോഴത്തെ 2K കിഡ്സിനെ ആശ്രം എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെ ഇതങ്ങോട്ട് മാറൂല. ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊരു രോമാഞ്ചമാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ഞാനിപ്പോഴും എന്താ പറയുക, അത് എന്നെക്കാളും 10 ഇരട്ടി വേണമെങ്കിൽ എൻ്റെ അമ്മ പറയും. ഞാൻ കൂടുതലൊന്നും ഇതാക്കുന്നില്ല. തമിഴ്നാട്ടിൽ ഇന്ന് രാവിലെ കാണിച്ചൊരു വീഡിയോ ഞാൻ വെച്ച് തരാം, അതിനേക്കാളും കോമഡിയാണ്. ഇത് കണ്ട, ഈ സംഭവം കണ്ടാല കല്യാണമാന്നേ പറയത്തുള്ളൂ. കണ്ടോ, നോക്ക്, കല്യാണത്തിന് പെണ്ണും ചെറുക്കനും വരുന്ന പോലെയാണ് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് രാവിലെ തമിഴ്നാട്ടിൽ മൊത്തം കടന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
സംഭവം இருக்கு. நான் சி ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் ഉണ്മയാണ് നമ്പിക്കയും മാറാപ്പറ്റും കൊണ്ടിരിപ്പേൻ என்றுം. ഒരു ഫാൻ ബോയ്ക്ക് ഇനി എന്ത് വേണം? നിങ്ങൾ തന്നെ പറ, നിങ്ങൾ കാണും. ഇന്ത്യ നാട്ടിൻ ഒപ്പില്ലാத മുഴു മുതൽ ആட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഗവർണർ പറഞ്ഞാണ് ഇതല്ലല്ലോ മോനെ പറയാൻ പറഞ്ഞത്, അത് നോക്കി വായിക്കാൻ പറഞ്ഞു കാണും. അല്ല, പുള്ളി ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. പുള്ളി പെട്ടെന്നില്ല ബാഹുബലിക്കാത്ത കൂട്ടൊക്കെ ആയിപ്പോയെന്നാണ് തോന്നുന്നത്. അയ്യോ, ഇത് ഞാനിത് എന്താ പറയാ, ഞാനും എൻ്റെ അമ്മയും കൂടി ഇരുന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു രോമാഞ്ചമായിരുന്നു ഈ ഒരു സീന് ഫസ്റ്റ് ആദ്യം കണ്ടപ്പോൾ. ഞാൻ എന്നിട്ട് ബാഹുബലിയുടെ സീനൊന്നും കൂടെ പോയി തന്നത് കണ്ട. അതിൻ്റെ താഴെ മൊത്തം കമൻറ്റ്, മൊത്തം വിജയ് CM ആയതിനു ശേഷം കാണുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റും കാര്യങ്ങളും ഒക്കെ. ഞാനത് പോയി തമിഴാണ് നോക്കിയത്. അതൊരു വല്ലാത്തൊരു രോമാഞ്ചം കേട്ടോ. പിന്നെ വിജയുടെ അച്ഛൻ, വിജയ് രാഷ്ട്രീയത്തിൽ വരുമെന്ന് പറഞ്ഞപ്പം വിജയ്ക്കെതിരെ നിന്നൊരു വ്യക്തിയാണ്. അച്ഛനും മോനും കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊരു കഥയൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, നിങ്ങളിത് കാണുക. சி ஜோசப் விஜய் எனும் நான் தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் എന്തായാലും ഇപ്പൊ കറക്റ്റായിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വെക്കാവേ. ഇതെല്ലാരും കണ്ടു കാണുമെന്ന് തോന്നുന്നു. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. பாராளுமன்ற எதிர்கட்சி தலைவர் மதிப்புக்குரிய மை பிரதர் திரு ராகுல் காந்தி அவர்கள். ഈ സീനും എനിക്ക് രോമാഞ്ചമാണ്. അത് വേറെ കാര്യങ്ങൾ. ഞാൻ ആഗ്രഹിച്ച രണ്ട് വ്യക്തികളാണ് ഈ നിൽക്കുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ 10 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടുത്തെ ഗവൺമെന്റ് എങ്ങനെയാണെന്നറിയാമോ? ചിലപ്പോൾ ഈ 10 ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ആലോചിച്ച് എത്രമാത്രം പണം. നമുക്ക് അറിയാലോ, ഇവിടെ 2 കെട്ട് പൈസ വന്ന എണ്ണാൻ താമസമുള്ള ടീംസുകളാണ് നമ്മളൊക്കെ. ഇപ്പോൾ ഈ 10 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേ 1 ലക്ഷം കോടി മതി ഇതുപോലുള്ള ഇലക്ഷൻ സമയമാകുമ്പോൾ 5000 വെച്ച് ജനങ്ങൾക്ക് കൊടുക്കുക. അതുകൊണ്ട് തൃപ്തിപ്പെട്ട് നിൽക്കുന്ന കുറേ ജനങ്ങളുണ്ട്. അവരെ മണ്ടരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പാർട്ടിക്കാർ. അവരാണ് വിജയ് വന്നിട്ട് ഒരിതിട്ടിരിക്കുന്നത്. ആരുടെയും കയ്യിൽ നിന്നോ പൈസ കാര്യങ്ങളൊന്നും മേടിക്കൊന്നും ചെയ്യേണ്ട, അല്ലാതെ വേണം എന്നുള്ള രീതിയിൽ. അപ്പം വിജയ് ഒരുപാട് ഓഫറും കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തിരിപ്പുണ്ട്. പിള്ളേർക്കാണെങ്കിൽ ജനിച്ച് വീഴുന്ന കുഞ്ഞിൻ്റെ 28 മുതൽ എല്ലാ കാര്യങ്ങളും ഉള്ള കാര്യങ്ങളെല്ലാം പുള്ളി കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം കോടിയുടെ നഷ്ടങ്ങളാണ്. സ്റ്റാലിൻ്റെ കൊച്ചുമകൻ 20 വയസ്സുള്ള ആ ചെക്കനാണ് 1000 കോടി രൂപയുടെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റാലിൻ്റെ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൻ, കൊച്ചുമകൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം ജനങ്ങളുടെ പൈസയാണ്. ഇത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ഇരിപ്പൊന്നുണ്ട് സ്റ്റാലിൻ്റെ മോൻ മാത്രമാണ് ഉണ്ട് DMKക്ക് വേണ്ടി. ഓക്കെ, അപ്പം തമിഴ്നാട് ഇനി എന്താണ് 5 വർഷം ഭരിക്കാൻ പോകുന്നത്, ഇനി എന്താണ് നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വിജയ് അവിടുത്തെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ബാക്കി കൂടെ വെക്കാം. காங்கிரஸ் கட்சியின் பொதுச் செயலாளர் மதிப்புக்குரிய திரு KC வேணுகோபால் அவர்கள். വേണുഗോപാലിന് ഇവിടെ വലിയ വിലയില്ലെങ്കിലും അവിടൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ അറിയാമല്ലോ, അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് KC വേണുഗോപാൽ. പിന്നെ ഇവിടുത്തെ VD സതീശനാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, മതി ഇവിടെ വീഡിയോ, പിന്നെയും വീഡിയോ കഴിഞ്ഞാലാ ചെന്നിത്തല. ഈ 2 വ്യക്തികൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. தமிழ்நாடு காங்கிரஸ் தலைவர் மதிப்புக்குரிய திரு செல்வ பெருந்தகை அவர்கள், என்னுடைய நண்பர் பிரவீன் சக்கரவர்த்தி அவர்கள், CPIM கட்சியின் தேசிய பொதுச் செயலாளர் மதிப்புக்குரிய தோழர் திரு MA பேபி அவர்கள்,
மாநில செயலாளர் மதிப்புக்குரிய தோழர் திரு பி சண்முகம் அவர்கள், அரசியல் தலைமை குழு உறுப்பினர் மதிப்புக்குரிய தோழர் திரு கே பாலகிருஷ்ணன் அவர்கள், பாராளுமன்ற உறுப்பினர் மதிப்புக்குரிய தோழர் திரு சு வெங்கடேசன் அவர்கள், நமது அரசுக்கு ஆதரவு வழங்கியுள்ள விடுதலை சிறுத்தைகள் தலைவர் மதிப்பிற்குரிய அண்ணன் திரு திருமாவளவன் எம்பி அவர்கள், நாடாளுமன்ற உறுப்பினர் மதிப்புக்குரிய திரு ரவிக்குமார் அவர்கள், சட்டமன்ற குழு தலைவர் மதிப்பிற்குரிய திரு வன்னி அரசு அவர்கள், சிபிஐ கட்சியின் தேசிய பொதுச் செயலாளர் மதிப்புக்குரிய தோழர் திரு டி ராஜா அவர்கள், மாநில செயலாளர் மதிப்புக்குரிய தோழர் திரு எம் வீரபாண்டியன் அவர்கள், முன்னாள் தமிழ்நாடு மாநில செயலாளர் மதிப்புக்குரிய தோழர் திரு ரா முத்தரசன் அவர்கள், இந்திய யூனியன் முஸ்லிம் லீக் கட்சியின் தலைவர் மதிப்புக்குரிய டாக்டர் திரு காதர் மொய்தீன் அவர்கள், നാടാളുമன்ற ഉறுப்பினர் മതിപ്പുക്കുரிய തിരു നവാസ് കനി അവர்கள். ഇവരെല്ലാം വിജയ്ക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെയാണ് 120 സീറ്റ് അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്തത്. 107 സീറ്റോളം അദ്ദേഹത്തിനുള്ളായിരുന്നു. പിന്നെ അവിടെ ഈ മന്ത്രിയാവണമെങ്കിൽ 118ഓളം വേണമായിരുന്നു. ഇന്ന് രാവിലെ വിജയ് മന്ത്രിയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ വിജയ് മന്ത്രിയല്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവസാനം ഇന്നലെ അത് കൺഫേം ആയത്. ഇന്നിപ്പോൾ ഈ വിജയ് എടുത്ത് പറഞ്ഞ പേരുകൾ ചിലപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഒരു 80-85% പോലും കേട്ട് കാണത്തില്ലായിരിക്കും ഇത്രയും ആൾക്കാരുടെ ജയിച്ചു വന്ന ആൾക്കാരുടെ. അവരത് മാത്രം ഉദ്ദേശിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം വിജയുടെ വായിന്ന് ആ ഒരു പേര് കേൾക്കാൻ വേണ്ടി മാത്രം. അങ്ങനത്തെ കുറെ നേതാക്കന്മാരുണ്ട് അവിടെ. അതാണ് എന്താ പറയാ, പറഞ്ഞ അങ്ങോട്ട് ഇച്ചിരി ഓവറായി പോകും ഞാൻ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ ഇതായിരുന്നു. ഭാവിക്ക് ആവശ്യമായതെല്ലാം പുതിയ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കൂടി പ്രഖ്യാപിക്കുന്നു. സർക്കാർ രൂപീകരണത്തിന് സഹായിച്ച പിന്തുണച്ച കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPM സെക്രട്ടറി D രാജ ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കൾക്കെല്ലാം അപ്പം സംഭവമൊക്കെ ഗത്തായിട്ടുണ്ട്. പുള്ളിയുടെ എല്ലാ സ്പീച്ചും കഴിഞ്ഞിട്ട് അവസാനം ഒരു ഫോൺ പിടിച്ചിട്ടൊരു പരിപാടി ഉണ്ട്. അത് തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇപ്പം അണ്ണൻ അവിടുത്തെ കസേര ഇരുന്നിട്ടുണ്ട്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു രോമാഞ്ചം. ഒരു ഫാൻ ബോയ് എന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി മൂമെന്റ്. അയ്യോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സംഭവമൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുക. ഇനി അടുത്ത കേരളത്തിൽ ഇനി എന്താണെന്ന് കണ്ടറിയാം. ബൈ ബൈ, ലവ് യു ഓൾ ഗൈസ്.